അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് അനുപമ പരമേശ്വരൻ. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച അനുപമ തെലുങ്കിലായിരുന്നു കൂടുതൽ സജീവമായിരുന്നത്. സുരേഷ് ഗോപി നായകനായി എത്തിയ JSK എന്ന ചിത്രമായിരുന്നു അനുപമയുടെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ മലയാള ചിത്രം. ഇപ്പോഴിതാ തന്റെ സുഹൃത്തിനെ കുറിച്ച് അനുപമ പങ്കുവെച്ച വൈകാരികമായ വാക്കുകളാണ് ചർച്ചയാവുന്നത്. ചില പ്രശ്നങ്ങൾ കാരണം ഒരുപാട് നാളായി മിണ്ടാതിരിക്കുന്ന ഒരു സുഹൃത്ത് തനിക്ക് മെസ്സേജ് അയച്ചുവെന്നും എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട എന്നു കരുതി താൻ അത് അവഗണിച്ചു എന്നും അനുപമ പറയുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ആ സുഹൃത്തിന്റെ മരണവാർത്തയാണ് തന്നെ തേടിയെത്തിയതെന്നും അനുപമ പറഞ്ഞു. വളരെ കാലങ്ങളായുള്ള സുഹൃത്താണ്. കുറെ നാളുകളായി ടച്ചിലായിരുന്നില്ല. ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൻ മെസ്സേജ് അയച്ചു. അതിന് 2 ദിവസം മുമ്പ് എവിടെയോ വെച്ച് ഞാൻ അവനെ കണ്ടിരുന്നു. മെസ്സേജ് അയച്ചപ്പോൾ എന്തിനാണ് വീണ്ടും പ്രശ്നങ്ങൾ എന്ന് കരുതി ഞാൻ മറുപടി നൽകിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു. അവന് ക്യാൻസർ ആയിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു. അവൻ അവസാനമായി മെസ്സേജ് അയച്ചത് എനിക്കായിരുന്നു. അതിന് മറുപടി നൽകാനായില്ല. ആ സംഭവം വല്ലാതെ ഭയപ്പെടുത്തി. നമ്മളുമായി വളരെ അടുപ്പമുള്ളവരുമായി പിണങ്ങി മിണ്ടാതായ ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ അതൊരു മോശം ഓർമ്മയാകും. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനുപമയുടെ പ്രതികരണം. അതേസമയം അനുപമ പരമേശ്വരനും ദർശന രാജേന്ദ്രനും ഒന്നിച്ചെത്തിയ പർദയായിരുന്നു തെലുങ്കിലെ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം. ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം സ്ക്രീനിംഗ് ചെയ്തത്. പർദയിൽ സംഗീതയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഹൃദയം, ജയ 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 ഹേ തുടങ്ങിയ ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ ദർശനയുടെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണിത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.